ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമുക്ക് തക്കാളി കൃഷിയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വിത്ത് മുതൽ തുടങ്ങാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും നല്ല വിത്തുകൾ ഹൈബ്രിഡായിട്ടുള്ള വിത്തുകളാണ്. ഹൈബ്രിഡ് വിത്ത് ആകുമ്പോൾ നല്ല അത്യുൽപാദന ശേഷിയും അതുപോലെ തന്നെ നല്ല വിളവും നമുക്ക് ലഭിക്കും. ഇതുപോലെ ഞാൻ ഹൈബ്രിഡ് വിത്ത് വാങ്ങി പാകിയതാണ്. എല്ലാ ചെടികളും എനിക്ക് ഒരുപോലെ പൊടിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പുഷ്ടിയോടെ തന്നെ വളർന്നും വരും ചെടികൾ. അതുപോലെ നമ്മൾ ഇത് വിത്തുകൾ പാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാ മണ്ണിൽ മേൽമണ്ണിൽ ഹൈബ്രിഡ് വിത്തുകൾ പാകിയാൽ പൊടിക്കുന്നത് നമുക്ക് കുറവായിരിക്കും. അതേസമയം നമുക്ക് മണ്ണിര കമ്പോസ്റ്റും ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കിയത് തന്നെ ആയിരിക്കണം. ചകിരി ബെഡ് എടുത്തോണ്ട് വന്ന് കുതിർത്തതിന് ശേഷം അത് വാരിയിട്ട് ഇളക്കി നട്ടാലും പറ്റില്ല. അപ്പോൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്ത മച്ചാന്മാർക്ക് അത് കണ്ടാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ചകിരിച്ചോറും കമ്പോസ്റ്റും അതുപോലെ തന്നെ നമ്മളെ മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വേണം നമ്മളിതുപോലെ ട്രാ നിറയ്ക്കാൻ. അപ്പോൾ മച്ചാനെ, ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ആളെന്ന ബട്ടൺ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തക്കാളി തൈകൾ നടാനായിട്ട് സെലക്ട് ചെയ്യുന്ന മണ്ണ് ഒരു 15 ദിവസത്തിന് മുന്നേ നമ്മളത് നല്ലതുപോലെ മണ്ണിളക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാം നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെറിയ നനവും കൊടുത്ത് ഇതുപോലെ ഇട്ടേക്കണം. എന്നിട്ട് 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതിലേക്ക് ജൈവവളങ്ങൾ ചേർത്ത് നടേണ്ടത്. അടുത്തതായി നമുക്ക് ചെടി നടാനുള്ള ജൈവവളങ്ങളുടെ എങ്ങനെയാണ് ചേർക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു ചട്ടിയോ എന്തെങ്കിലും എടുത്തതിന് ശേഷം ഒരളവ് പാത്രം എടുത്തിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1/4 ഭാഗമാണ്. ഇതേ കണക്ക് നിങ്ങൾ കൂട്ടി കൊണ്ടുവരിക. അതായത് എനിക്ക് 3 തൈയാണ് നടാനുള്ളത്. അപ്പോൾ ഈ 3 തൈക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1/4 ചട്ടിയോളം ചാണകപ്പൊടി. ഇനി അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ചാണകപ്പൊടിയോ ആട്ടുംകാഷ്ടമോ കോഴിവളമോ ഉണ്ടെങ്കിൽ ഇത് 3ഉം കൂടി മിക്സ് ചെയ്യുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. എനിക്കിവിടെ ആട്ടുംകാഷ്ടം ഉണ്ടായിരുന്നു. ഈ ആട്ടുംകാഷ്ടത്തോടൊപ്പം കുറച്ച് പുതിയ ചാരം അതിലേക്ക് കൊണ്ടുവന്നിട്ട കാരണം അതെനിക്ക് തക്കാളി കൃഷിക്ക് എടുക്കാൻ പറ്റില്ല. തക്കാളി കൃഷിക്ക് ഒരിക്കലും കൊടുത്തുവിടാത്ത, അടിവളമായിട്ട് പോലും കൊടുത്തുവിടാത്ത ഒരേ ഒരു വളമെന്ന് പറഞ്ഞാൽ അത് ചാരം മാത്രമാണ്. ചാരം കൊടുത്തു കഴിഞ്ഞാൽ ചെടി വളർച്ച മുരടിക്കും, അതുപോലെ തന്നെ ചെടി നശിച്ചു പോകും. അതുകൊണ്ട് കമ്പോസ്റ്റ് ചെയ്ത ചാരമായാൽ പോലും നമ്മൾ തക്കാളി ചെടിക്ക് ഈ ഒരു വളം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ആട്ടുംകാഷ്ടം മിക്സ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ചേർക്കാൻ പറ്റാത്തത്. അപ്പം ഞാൻ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങളെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അടിവളമായിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ ചേർക്കാൻ പോണത് ഈ കരിയില കമ്പോസ്റ്റാണ്. ഇതാണ് കരിയില കമ്പോസ്റ്റ്. കരിയില നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചാക്കിൽ കെട്ടി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റാക്കി എടുക്കുന്നതെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാത്ത മച്ചാന്മാർക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കരിയില കമ്പോസ്റ്റാക്കി എടുക്കാം. ഇതാണ് സാധനം, കണ്ടോ? ഇതുപോലെ നല്ലപോലെ പൊടിഞ്ഞ് വളമായി മാറും. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് ചേർക്കേണ്ട ഉള്ള ആൾക്കാർ, കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചല്ലേ നമുക്ക് കാണൂ. അപ്പോൾ ഇതൊരു അരപ്പാത്രം മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ അരച്ചട്ടിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സബ്സ്ക്രൈബറായിട്ടുള്ള നമ്മളെ ഫാമിലിയിൽപ്പെട്ട ഒരു മെമ്പേഴ്സ് പറഞ്ഞ ഒരു ഇതാണ്. അതായത് മച്ചാൻ കൃഷി ചെയ്യുന്നത് പോലെ നമുക്ക് കൃഷി ചെയ്തിട്ട് പറ്റുന്നില്ല, നല്ല വിളവ് കിട്ടുന്നില്ല, നല്ലതുപോലെ ചെടി പുഷ്ടിയോടെ വളർന്നു വരുന്നില്ല, ഇടിച്ചു കയറി വളർന്നു വരുന്നില്ല എന്നൊക്കെയാണ് പരാതി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എൻ്റെ കൃഷിയുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്, കമ്പോസ്റ്റ് തന്നെയാണ്. കരിയില കമ്പോസ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ചെടികൾ നല്ല പുഷ്ടിയോടെ ഇടിച്ചു കയറി വളർന്നു വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൃഷി രീതികളും ഞാൻ
വളരെ പൈസ ചിലവ് കുറച്ചാണ് കൃഷി ചെയ്യുന്നത്. കാരണം എനിക്ക് പണം മുടക്കിയുള്ള കൃഷി രീതികളിലേക്ക് ഞാൻ പോകാതെ നമ്മളെ പുരയിടങ്ങളിലും മറ്റുമൊക്കെയുള്ള ജൈവവസ്തുക്കൾ ഉപയോഗിച്ച് കൃഷി ചെയ്താൽ നമുക്ക് നല്ല വിളവുണ്ടാക്കാൻ പറ്റും, നമുക്ക് ദീർഘനാൾ വിളവെടുക്കുവാനും സാധിക്കും. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കൃഷി രീതിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കരിയില കമ്പോസ്റ്റിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. അതായത് കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനോളം പോകുന്ന ഒരു ജൈവവളം ഈ മണ്ണിൽ വേറെയില്ല. മണ്ണിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഫലഭൂയിഷ്ടമായ ഒരേ ഒരു വളമെന്ന് പറയുന്ന ഈ ഇതുപോലുള്ള കരിയില കമ്പോസ്റ്റാണ്. നമുക്ക് 10 പൈസ ചിലവില്ല. ഈ ചെടിക്ക് പ്രധാനമായും വേണ്ട 2-3 ഘടകങ്ങളെന്ന് പറഞ്ഞാൽ അത് ഒന്ന് മേൽമണ്ണ്, നല്ല മേൽമണ്ണ്, അതായത് ട്രീറ്റ് ചെയ്ത മേൽമണ്ണ്, അതുപോലെ തന്നെ സൂര്യപ്രകാശം, 2 കാർബൺ, 3 നമ്മളെ വെള്ളം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചെടികൾക്ക് വളങ്ങളുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് പ്രധാനമായും ചെയ്തിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞ കരിയില കമ്പോസ്റ്റിനോളം പോകുന്ന മറ്റൊരു ജൈവവളങ്ങളും ഇതുവരെ ഇല്ല എന്ന് തന്നെ പറയാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളെ യൂറിയയാണ്. അതായത് നമ്മളെ നൈട്രജൻ റിച്ച് സോഴ്സായ നമ്മളെ യൂറിയ. ഇത് നമ്മളെ ചെടി ഇതിലിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടിയും ഈ കരിയില കമ്പോസ്റ്റിൻ്റെയൊക്കെ പവർ 100 ഇരട്ടിയായിട്ട് കൂടും. അപ്പോൾ ഇതിന് വെറും വലിയ വിലയൊന്നുമില്ല. ഇതിന് 1 കിലോയ്ക്ക് 6 രൂപയേ വിലയുള്ളൂ. 6 രൂപ മുതൽ 10 രൂപ കണക്കിൽ നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, വളക്കടകളിൽ. ഇത് നമുക്ക് ചേർത്ത് കൊടുത്താൽ നമ്മളെ ചെടി നല്ല പുഷ്ടിയോടെ ഗൺ പോലെ ഒരു മുരടിപ്പോ കാര്യങ്ങളോ ഇല്ലാതെ ടപ്പന കയറി ഇഞ്ഞ് വരും. ഇനി നമുക്ക് ഇതിനെ മണ്ണിൽ ചേർത്തിളക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ 3-4 ചെടികളാണ് നടുന്നത് എങ്കിൽ ഇതുപോലെ 3 പാർട്ടായിട്ട് നമ്മൾ തിരിക്കണം ആദ്യം. കാരണം അപ്പം നമുക്ക് എല്ലാത്തിനും ഒരുപോലെ നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതുപോലെ 3 ഭാഗമായിട്ട് തിരിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിലൊരു ഭാഗം നമ്മൾ ഇതുപോലെ ഇളക്കി ഇട്ടിരിക്കുന്ന മണ്ണിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഒരു കൈക്കോട്ടോ എന്തെങ്കിലും വെച്ച് നമ്മൾ നല്ലതുപോലെ മണ്ണുമായിട്ട്, ഇല്ലെങ്കിൽ കൈ കൊണ്ടായാലും ഇളക്കി അങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇടണം. അതുപോലെ നമ്മൾ ചെടികൾ നടുന്ന ചെറിയ ചെറിയ തടങ്ങൾ തമ്മിൽ കുറഞ്ഞത് 1.5 അടിയെങ്കിലും അകലവും ഉണ്ടായിരിക്കണം. 1.5 അടിയോ 2 അടിയോ അകലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തടത്തിലേക്ക് 2 തൈകൾ വെച്ച് കൊടുക്കാം, വീതം വെച്ച് നടാം. നമ്മളെ ജൈവവളം നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ടതിന് ശേഷം, അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. ഇനി ഗ്രോ ബാഗിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എങ്കിൽ ഇതുപോലെ നമ്മൾ വളം മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഗ്രോ ബാഗിലേക്ക് നമ്മൾ നിറയ്ക്കാനെടുക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് ഒരു 30 ഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണായിരിക്കണം. ആ മേൽമണ്ണ് വേണം നമ്മൾ ഇതിലേക്ക് നടാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ആ മണ്ണിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ജൈവവളങ്ങളെടുത്ത് മിക്സ് ചെയ്ത് നമുക്കതിൽ നിറച്ച് ഈ രീതിയിൽ തന്നെ നമുക്ക് നടാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3/4 ഭാഗത്തോളം നമ്മളെ ഗ്രോ ബാഗോ സിമൻറ്റ് ചാക്കോ എന്തെങ്കിലും ആണെങ്കിൽ 3/4 ഭാഗത്തോളം നമ്മൾ നിറയ്ക്കണം. 1/4 ഭാഗം എപ്പോഴും ഇട്ടേക്കണം. കാരണം തക്കാളി ചെടി വളർന്ന് മുകളിലോട്ട് വരും തോറും നമുക്ക് മണ്ണ് മേൽമേന്ന് അടുപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് നമ്മളെ ഗ്രോ ബാഗ് പൂർണ്ണമായിട്ട് നിറഞ്ഞു പോകാൻ സാധിക്കരുത്, ഇടവരുത്തരുത്. ഉദാഹരണത്തിന് ഇതുപോലെ ഞാൻ നട്ട ചെടിയാണ് താഴെ കണ്ട നല്ല പുഷ്ടിയോടെ വളർന്നു വരുന്ന കണ്ട തക്കാളി ചെടിയാണ്. ഇതിൽ ഈ വെള്ള ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ സൂഡോമോണസ് 10 ദിവസം കൂടുന്ന സമയങ്ങളിൽ ഞാൻ ചെടികളിലേക്ക്, ഇലകളിലേക്കും തണ്ടുകളിലേക്കും ചുവട് ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ വെള്ള പാട് കണക്ക് കാണുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം. ഇതുപോലെ നമ്മൾ നിരത്തിയ ശേഷം നമുക്ക് നമ്മളെ ട്രായ് എടുത്തുകൊണ്ടൊന്ന് അടുത്ത് വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ തൈകൾ നല്ല പുഷ്ടിയോടെ വളർന്ന് നിൽക്കുന്ന ഓരോ തൈ വീതം, ഈ 2 തൈ വീതം വെച്ച് നമുക്ക് സെലക്ട് ചെയ്ത് ഒരു തടത്തിൽ നട്ടു കൊടുക്കാം. ഇതുപോലെ നമുക്ക് 2 തൈകൾ വീതം നട്ടു കൊടുക്കാം.
അതുപോലെ തന്നെ കുറഞ്ഞത് ഒരു 1.5 അടിയെങ്കിലും അകലമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നമ്മൾ 2 തൈ വീതം വെച്ച് നടാവൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് വളർന്നു വരുമ്പോൾ സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ട് ഈ ചെടികൾ തമ്മിൽ അടിയാവും. അതായത് ഇലകളിൽ എല്ലായിടത്തും സൂര്യപ്രകാശം അടിക്കില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റവും നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെയായിരിക്കണം നമ്മൾ തക്കാളി കൃഷിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ. കാരണം ഒരു 3 മാസം ആകുമ്പോഴേക്കും നമ്മൾ ആ തക്കാളി ചെടി നല്ലതുപോലെ ആദായം എടുത്തു തുടങ്ങും. ആ സമയത്ത് നല്ലതുപോലെ ചെടിക്ക് വെയിലടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉൽപ്പാദനം കിട്ടുകയുള്ളൂ. ചില സമയങ്ങളിൽ നമ്മൾ നഴ്സറികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പാവി പഠിപ്പിക്കുന്ന തൈകളും ചിലപ്പോൾ ഒരു ട്രായിൽ തന്നെ ഒരു മൂട്ടിൽ ഒരു 3 തൈയൊക്കെ ഉണ്ടെങ്കിൽ ആ 3 എണ്ണം ഇതുപോലെ അങ്ങ് ചേർത്ത് നട്ടു കൊടുക്കുക. ഒരു മൂട്ടിലായിരിക്കും ഇത്. അത് ഞാൻ പിരിച്ചെടുക്കാൻ നോക്കിയാൽ നമുക്ക് എല്ലാ തൈകളും പ്രത്യേകം പൊട്ടിപ്പോകും. അങ്ങനെ ഉണ്ടാവാതെ നമ്മൾ ഒരു സ്ഥലത്ത് നടുക. അതിലേറ്റവും നല്ല പുഷ്ടിയോടെ വളർന്നു വരുന്ന 2 തൈകളെ മാത്രം നിർത്തി വയ്ക്കുക. 3ാമത്തെ തൈ അങ്ങ് ഒഴിവാക്കുക, കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. ഇത് കുഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് പിരിച്ചെടുക്കാൻ നോക്കിയാൽ നമുക്ക് ഈ 3 തൈയും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. കാരണം അതിൻ്റെ വേര് പൊട്ടുകയും അതിലൂടെ അഴുക്ക കീടാണുക്കൾ ഇതിലേക്ക് കടക്കുകയും വാട്ടരോഗം എന്ന് പറയുന്ന രോഗം കൂടെ വരികയും ചെയ്യും. നമ്മൾ പോലും അറിയില്ല. ചെടി കുറച്ച് ദിവസം കഴിയുമ്പോൾ പട്ടുപോകും. ഇനി അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കെറ്റിലെടുക്കുക. അതായത് ഇതിന് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പൂവാലി എന്നാണ് പറയുന്നത്. പൂവാലി അതായത് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന സാധനം. ഇതുപോലെ ഒരെണ്ണം എടുത്തതിന് ശേഷം, അല്ലാതെ നമ്മൾ വലിയ പാത്രത്തിലൊന്നും കൊണ്ടുവന്ന് കൈകൊണ്ട് കോരി ഒഴിച്ചു കൊടുത്താൽ ചെടി ഒടിഞ്ഞു പോകും. അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാനും മടങ്ങിപ്പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഒരു കെറ്റിൽ വെള്ളം നിറച്ചതിന് ശേഷം ഈ ചെടിയുടെ ചുവട് ഭാഗം ഒന്ന് നല്ലതുപോലെ നനച്ചു കൊടുക്കുക. വെള്ളം നനച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ നല്ലതുപോലെ ഇതുപോലെ പൊടിഞ്ഞു തുടങ്ങിയ കരിയില നമ്മളിട്ട് ഇതുപോലെ ചെടിക്കൊരു പൊത കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ നമ്മൾ ചെടിയെ സംരക്ഷിച്ചാൽ മാത്രമേ ആ ചെടിക്ക് നല്ലതുപോലെ വളർന്നു വരാൻ പറ്റൂ. അല്ലാതെ നമ്മൾ കുറച്ച് ആട്ടും കാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെ കൂടെ വാരിക്കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് ചെടിക്ക് വളർന്നു വരാൻ സാധിക്കില്ല. അതിന് വേണ്ടുന്ന ഘടകങ്ങൾ നമ്മൾ അതാത് സമയത്ത് ചെടിക്ക് കൊടുത്താൽ മാത്രമേ ചെടി നല്ലതുപോലെ വളർന്നു വരൂ. ഇത് നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു നിർവൃതിയാണ്. കാരണം നമ്മളെ ചെടി നല്ലതുപോലെ നമ്മളെല്ലാം കൊടുത്തു, ഇനി അത് വളർന്നു വരും. അതുപോലെ തന്നെ എൻ്റെ യജമാനൻ എനിക്കെല്ലാം തന്നു. ഇനി എനിക്ക് അവന് നല്ല രീതിയിൽ വളർന്ന് കായ്ഫലം കൊടുക്കണം എന്നൊരു തോന്നൽ ചെടിക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരിത് വരുമ്പോഴത്തേക്കാണ് നമ്മളെ ചെടി ഓരോ ദിവസവും ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചെങ്കിലും വളരുന്നത്. തക്കാളി ചെടി അതും ഞാൻ കാണിച്ചു തരാം. വേരൊന്നും പൊട്ടാതെ കഴിഞ്ഞ ദിവസം ഒരു ദിവസം മാത്രം പഴക്കമുള്ള ചെടിയാണ്. കണ്ടോ, ഇത് കണ്ടോ എന്ത് പുഷ്ടിയോടാണ് നിൽക്കുന്നത്. നല്ല കൊടും വെയിലത്താണ് ഇത് നിൽക്കുന്നത്. നല്ല വെയിൽ. ഇപ്പോൾ വെയിൽ കഴിഞ്ഞ സമയമാണ്. ഞാൻ ഷോർട്ട് വീഡിയോയിൽ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഒരു ചെടിക്ക് പോലും ഒരു കുഴപ്പമില്ലാതെ നല്ല പുഷ്ടിയോടെ കണക്കിന് ആണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ കരിയില നിരത്തി കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചെടിയുടെ ഇലഭാഗം മാത്രം മുകളിൽ കാണത്തക്ക വിധത്തിൽ വേണം നമ്മൾ കരിയില ഇട്ട് കൊടുക്കാൻ. കാരണം ഇലകൾ മടങ്ങിയിരുന്നാൽ ഇതകത്തിരുന്ന് പഴുത്തു പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇലകളിൽ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടണം. എങ്കിലേ ചെടികൾ നല്ല കരുത്തോടെ ഊർജ്ജസ്വലതയോടെ വളർന്നു വരികയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കരിയില ഇട്ടതിന് ശേഷവും വളരെ സൂക്ഷിച്ച് ഈ കരിയില മൊത്തത്തിൽ നനച്ചും കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ നനച്ച് നല്ലതുപോലെ കരിയില നനയത്തക്ക വിധത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് നനച്ച് വളർത്തുക. നല്ലതുപോലെ വളരും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുന്നിലേക്ക് നമ്മളൊരു ഫുൾ ചിക്കൻ ബിരിയാണി എടുത്ത് കൊടുത്തിട്ട് എൻ്റെ മോന് ഞാൻ എന്നും ബിരിയാണിയാണ് കൊടുക്കുന്നത്, പക്ഷേ അവൻ വളരുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ കുറേ വളങ്ങൾ കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും, എന്നിട്ടും ചെടി വളരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉൽപ്പാദനം കിട്ടും. 3 മാസത്തെ നമ്മളുടെ കഷ്ടപ്പാട് യാതൊരുവിധ ദോഷവും വരില്ല. നമുക്ക് ആവശ്യമുള്ള വിളവും കിട്ടും. അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ്
ചാനൽ ലിങ്ക് വെച്ചേക്കാം. അതുവഴി നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ ഇനിയും ഒരു നല്ല വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.